അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ നോമ്പ്, നമ്മുടെ കഴിഞ്ഞ തറാവിഹ് നിസ്കാരം, നോമ്പ് തുറക്കൽ, നോമ്പ് തുറപ്പിക്കൽ, എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ഒന്നാമത്തെ രാവിൽ നമ്മൾ ഓതിയത് മുഴുവനും അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ അമലുകൾക്കും അല്ലാഹു പ്രത്യേക തൗഫീഖും ഖുവ്വത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ മാറ്റി റാഹത്തോടെ റമളാൻ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമ്മുടെ മരിച്ചുപോയവരുടെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ രാവിലേക്കാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. ആ റമളാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. ഈ രണ്ട് നന്മയും കൂടെ ചേരുന്ന വളരെ പ്രധാനപ്പെട്ട, വിശ്വാസികളുടെ ദുആക്ക് വളരെ ഇജാബത്താണ്, ഉറപ്പാണ്, സംശയിക്കാൻ പോലും പാടില്ല എന്ന് മഹത്തുക്കൾ കൃത്യമായി ഹദീസിന്റെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പരിശുദ്ധ രാവും കൂടെയാണ്. ഈ ഒരു രാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രാവിനും ഓരോരോ പ്രത്യേകതകളും മഹത്വങ്ങളും ഈ ഉമ്മത്തിന് അല്ലാഹു വിളിച്ചു നൽകുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇന്ന് മഹാന്മാർ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള ദുആയും ഇന്നത്തെ രാത്രിയുടെ തറാവീഹ്, ഇന്ന് ഇശാ കഴിഞ്ഞിട്ടുള്ള തറാവീഹ് നിസ്കാരവും അതൊരു പ്രത്യേകത തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നത്തെ തറാവീഹ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കാൻ പോകുന്ന കൂലി, അവരുടെ തെറ്റ് അല്ലാഹു പുറത്തു കൊടുക്കും. എന്നിട്ട് അല്ലാഹുവിന് പോരാ, മതിയായില്ല, അവരുടെ വാപ്പാടെയും ഉമ്മാടെയും തെറ്റ് അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അല്ലാഹു ആ ഭാഗ്യം നമുക്കും നമ്മുടെ ഒക്കെ മാതാപിതാക്കൾക്കും അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ദുആയിൽ, ഇന്ന് പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട ദുആ, ആ ദുആയിൽ എന്താ പറയുന്നത്? അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം എന്നാ. പടച്ചോന്റെ പൊരുത്തം, നിന്റെ ശിക്ഷ, ഇഖാബ്, അതിൽ നിന്ന് ഞങ്ങൾക്ക് അകൽച്ച നൽകണം, ഞങ്ങളെ അകറ്റണം എന്ന് പറയുന്ന ദുആയാണ്. അപ്പോൾ അള്ളാന്റെ പൊരുത്തം കിട്ടാനുള്ള ഒരു രാവാണ് ഇന്നത്തെ രാവ്. ആ ഒരു നിയ്യത്ത് ഖൽബിൽ വച്ചതോടുകൂടെ തന്നെ നമ്മൾ ഇന്ന് പ്രത്യേകം ചെയ്യേണ്ട ദുആയാണ്. ആത്മാർത്ഥമായ ദിക്ർ ദുആ മജ്ലിസിൽ ആദ്യമായിട്ട് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലാം. അല്ലാഹുമ്മ ഖർരിബ്നി ഇലാ മർളാതിക വജന്നിബ്നി മിൻ സഖതിക വനിഖമതിക വവഫിഖ്നി ലിഖിറാഅതി ആയാതിക ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഖർരിബ്നി ഇലാ മർളാതിക وجنبني من سخطك ونقمتك ووفقني لقراءة آياتك برحمتك يا أرحم الراحمين. اللهم قربني إلى مرضاتك وجنبني من سخطك ونقمتك ووفقني لقراءة آياتك برحمتك يا أرحم الراحمين. തഖബ്ബൽ അല്ലാഹ്. അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി റമളാൻ മാസത്തിൽ നിങ്ങൾ ഒരുപാട് ആവർത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ മുസ്ലിം ഉമ്മത്തിന് നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത പ്രധാനപ്പെട്ട ദുആയും ദിക്റും എല്ലാം കൂടെ സമ്മേളിച്ച ഒരു പരിശുദ്ധമായ വചനമാണ് ഷഹാദത്തിന്റെ വചനം. നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ആ പരിശുദ്ധമായ വചനമാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലണം. ആ ചൊല്ലുന്നതോടൊപ്പം ദുആയിന്റെ ഭാഗം വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗപ്രവേശനം നമ്മൾ കൊതിക്കണം, നരകത്തിൽ നിന്ന് കാവൽ കൊതിക്കണം. അപ്പോഴാണ് ദുആ എഫക്റ്റീവ് ആകുന്നത്. എൻ്റെ കൂടെ പറയാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ.
ഇനി പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 10 സജീവമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ദുആയാണ് അള്ളാഹിന്റെ റഹ്മത്ത് ചോദിച്ചുകൊണ്ടുള്ള ദുആ. ഈ ദുആഇന്റെ പ്രത്യേകത എന്താ? ഈ ദുആഇന്റെ പ്രത്യേകത ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ അത് മുഴുവനും കബൂലാക്കുമെന്നാണ് ഇതിന്റെ പ്രത്യേകത. ഹദീസിൽ കാണാം. അപ്പൊ അതാണ് ആത്മാർത്ഥമായി പറയേണ്ടത്. എന്റെ കൂടെ പറയാം. അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ, 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 അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇനി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു. ആത്മാർത്ഥമായിട്ട് നോമ്പ് തുറന്ന് ആ രാവിൽ വിശ്വാസിനികൾ ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ ഹജ്ജിന് കൊടുക്കുന്ന ഓഫറാ. കയ്യൗമ വലദത്തു ഉമ്മുഹു, ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റുണ്ടാവില്ല. അത്രയേറെ പ്രഗത്ഭമായ ദുആയാണ്. മാത്രമല്ല, ഇത് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദുനിയാവിന്റെയും ആഖിറത്ത് ഇരു ലോകത്തിന്റെയും കാര്യങ്ങൾ സ്വലാഹ് നന്നാക്കി തരുമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അത്ര എഫക്റ്റീവാണ്. ആ ദുആയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. ഇതിലൊക്കെ ഉമ്മമാരൊക്കെ പങ്കെടുക്കണം. ഈ ദിക്ർ ദുആയിലൊക്കെ ഖുർആനിന്റെ സൂറത്തുകൾ ഓതുമ്പോൾ അതിലൊക്കെയാണ് നമുക്ക് ഈ പീരീഡിന്റെ ടൈമിലുള്ള വ്യത്യാസമുള്ളൂ. ബാക്കി ദുആയിലൊക്കെ സജീവമാകണം. പലരും ചൊല്ലാൻ പറ്റുമോ, ഇത് പുണ്യമുള്ളതല്ലേ എന്ന് മാറി നിൽക്കുന്നുണ്ട്. ഒരിക്കലും പാടില്ല. എല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അലീം യാ അലീം യാ അലീം أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم يا عظيم يا عظيم يا عظيم أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم. تقبل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് വലിയ ഈ ദുആയിൽ പറഞ്ഞതുപോലെ, അല്ലാഹുവേ, ഉന്നതനായ നിനക്ക് വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റുള്ളൂ, നീയാണ് പൊറുക്കുന്നവൻ, നീ അല്ലാതെ ഇലാഹില്ല, എനിക്ക് പുറത്തു തരണം പഠിച്ചോനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അല്ലാഹു അത് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമളാനിൽ ഉടനീളം നമ്മൾ 30 വരെ ചോദിക്കേണ്ട ദുആയാണ്. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം മേടിച്ചു തരാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല, നരകമോചനത്തിന് ദുആ കാരണമാണ്. നമ്മുടെ വാപ്പ ഉമ്മ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നരകമോചനം കിട്ടാൻ ദുആ കാരണമാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ചെല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ ഹാദ ശറ ശരീഫൽ അളീമൽ മുബാറക ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. അൽഹംദുലില്ലാ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് പരിശുദ്ധമായ ചില ബൈത്തിന്റെ ഇരടികളാണ്. എന്താ ഇതിന്റെ പ്രത്യേകത? അത് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചാൽ ഈമാനിലേ മരിക്കുള്ളൂ. ഈമാൻ ഉറപ്പാണ് മരണപ്പെടുമ്പോൾ.
അത്ര മഹാന്മാർ വാക്കു പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ വരികളാണ്, തൗബയുടെ വരികളാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ലാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക്. നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് ഖുർആൻ ഓതാൻ പറ്റാത്തപ്പോൾ, നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ആത്മാർത്ഥമായി ചൊല്ലിയാൽ അള്ളാഹു നരകമോചനം കൊടുക്കും, സിറാത്ത് പാലത്തിലൂടെ എളുപ്പം കടത്തി കൊണ്ടുപോകും, അള്ളാഹിന്റെ അദാബിൽ നിന്ന് അമ്ന് നിർഭയത്വം കൊടുക്കും. മാത്രമല്ല, ഈ പരിശുദ്ധമായ വചനം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് നിസ്കാരങ്ങളുടെ കൂലി പോലും വകവെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ വാക്കാണ്. ആ വാക്ക് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ പരിശുദ്ധമായ വചനം പറഞ്ഞതുകൊണ്ട് സഹോദരന്മാർക്ക്, പുരുഷന്മാർക്ക് എന്താ ലാഭമെന്ന്. തീർച്ചയായും നമ്മൾ ഈ പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസി പറയുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റിനെ തൊട്ടും എനിക്ക് കാവൽ നൽകണം, എനിക്ക് നീ ക്ഷമാപണം നൽകണമെന്ന എല്ലാവർക്കും പറയാൻ പറ്റിയ വാക്ക് കൂടെയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ 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 മിൻ കുല്ലി ദംബ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ സ്വലാത്താണ്. വെള്ളിയാഴ്ച സ്വലാത്തിന്റെ പറയേണ്ടതില്ലല്ലോ. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മുത്തുനബി തങ്ങളെ നേരിട്ട് കാണിച്ചു കൊടുക്കുക, മലക്കൾ മുഖേനയല്ല, നേരിട്ട് കാണിച്ചു കൊടുക്കുക ആരാണ് ചൊല്ലുന്നത്.
ആരാണ് ഓതുന്നത്? സ്വലാത്തിന്റെ. അപ്പോ സ്വലാത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ മഹത്വമുണ്ട്. പരിശുദ്ധ റസൂലിന് വലിയ സ്നേഹമുള്ള സ്വലാത്താണ് വെള്ളിയാഴ്ചയുടെ സ്വലാത്ത്. മനസ്സിലാക്കി തന്നെ എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على النور واهله. 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 صلى الله على سيدنا محمد والآل والأصحاب سلم. 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 അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മറക്കാതെ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ നോമ്പിലുള്ള നിയ്യത്ത്. എല്ലാവരും എൻ്റെ കൂടെ നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ
ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ ഞാൻ കരുതി. അൽഹംദുലില്ലാഹ്. ഇനി നമുക്കൊരു ഫാത്തിഹ ഓതാം. ആ ഫാത്തിഹയിൽ നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവരെയും നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർ, നമ്മുടെ അൻവാർ ഫസിന്റെ കുടുംബത്തിൽ ഒട്ടനവധി ആളുകൾ, പ്രത്യേകിച്ച് ഇതിന്റെ മുഹബ്ബീങ്ങളിലുണ്ട്, അവരുടെ കുടുംബക്കാരിലുണ്ട്. അവരെയൊക്കെ പ്രത്യേകം ഓർക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമളാനിൽ വഫാത്തായി പോയവരിൽ ഏറ്റവും വലിയ, അതായത് അഹ്ലുബൈത്തിന്റെ ഉമ്മയാണ് മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ. വഫാത്ത് അറിയാലോ. ആ പരിശുദ്ധമായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഓർമ്മ കൂടെ ഇതിന്റെ കൂട്ടത്തിൽ, അതായത് ഫാത്തിഹ അതിന്റെ ഒരു അംശം നമ്മുടെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഹലറത്തിലേക്ക് കൂടെ നിയത്ത് ചെയ്തിട്ട് എല്ലാവരും ഫാത്തിഹ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله مولانا العظيم. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. റഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാറ്റിന്റെയും മിഥല തവാബ് ഹബീബിന്റെ തിരുചാരത്തേക്ക് എത്തിക്കണേ അല്ലാഹ്. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, ഖൈർ ഇൽമ സ്വലാഹിന്റെ ആളുകൾ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ കാരണവന്മാർ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകൾ മരണപ്പെട്ടു പോകുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹുവേ പരിശുദ്ധമായ റമളാനിൽ അല്ലാഹുവേ വഫാത്തായി പോയ മുഴുവൻ സ്വാലിഹീങ്ങൾ, പ്രത്യേകിച്ച് അഹ്ലുബൈത്തിന്റെ ഉമ്മയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹാ, അവകളടക്കമുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുൽ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് നീ കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, അഫൂ നൽകണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിൽ എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് റമളാൻ അനുകൂലമാക്കി തരണേ എന്നാണ്. ഞങ്ങൾക്ക് റമളാനിന്റെ ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നിസ്കാരവും നോമ്പും തറാവീഹും എല്ലാ കൊച്ചു കൊച്ചു അമലുകളും നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ വിവരമില്ലാത്തവരാണ്, തഖ്വ
തഖ്വ കുറഞ്ഞവരാണ്, അമലിൽ ഒരുപാട് പോരായ്മയാണ്. അല്ലാഹുവേ പരിഹരിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ ഖൈറും ബറക്കത്തും നിഅമത്തും റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. എല്ലാ രോഗങ്ങൾ, ആഫത്തുകൾ, മുസീബത്തുകൾ, അപകടങ്ങൾ, ഇടങ്ങേറുകൾ, കടങ്ങൾ, സാമ്പത്തിക തകർച്ച, ജോലിയില്ലായ്മ, മക്കളില്ലായ്മ, വീടില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ പഠനങ്ങൾ എല്ലാറ്റിലും നിന്റെ സഹായം വേണം റബ്ബേ. ഉന്നതമായ വിജയം അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങളുടെ ക്ലാസ് മുടങ്ങാതെ, മജ്ലിസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് പേരാണ്. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ലോക മുസ്ലിമീങ്ങളെ സഹായിക്കണേ റബ്ബേ. പടച്ചവനെ, ഈ മുസ്ലിം ഉമ്മത്തിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലാഹുവേ പ്രയാസങ്ങൾക്ക് വേണ്ടി ലക്ഷ്യമിട്ട് വരുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, എന്തെല്ലാം കുതർന്നങ്ങൾ കൊണ്ടുവന്നാലും അതെല്ലാം നീ തകർത്തി കളയണേ അല്ലാ. പടച്ചവനെ, നിന്റെ നിസ്വര ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, അവസാനം കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങളുടെ നാവുകൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീൽ അംബിയാൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.